ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 34 ഒന്നാമത്തെ വേദഭാഗം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രചോദന നിമിത്തമോ ആഹ്വാന നിമിത്തമോ ആയിരിക്കരുത്. മറിച്ച് അതൊരു വ്യക്തിയുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിലുള്ള തൻ്റെ അടിയുറച്ച വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാകട്ടെ, ഇവിടെ ദാവീദിൻ്റെ സാഹചര്യം ശത്രു ഏത് നിമിഷവും തന്നെ അപായപ്പെടുത്തുവാൻ അടുത്തു വരുന്ന സാഹചര്യമാണ്. ആശ്രയങ്ങളെല്ലാം നഷ്ടപ്പെട്ട് സാധാരണക്കാരായ ആളുകളുമായിട്ട് അദുല്ലാം ഗുഹയിൽ പാർക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിനു നടുവിലും തനിക്ക് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ആശ്രയവും നിമിത്തമായിട്ട് ദാവീദ് തീരുമാനമെടുക്കുകയാണ്, ഞാൻ ദൈവത്തെ എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും സ്തുതിക്കും, അവനെ ആരാധിക്കും എന്നുള്ളത്. ഈ ഒരു തീരുമാനം തൻ്റെ ജീവിതത്തിനകത്ത് എടുക്കുവാൻ കഴിഞ്ഞപ്പോൾ, തന്നെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തിയപ്പോൾ, താഴ്മ ധരിച്ചപ്പോൾ, ആമേൻ, ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും തന്നെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വചനത്തിന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ആരാധിക്കുവാൻ ഉള്ള ആഹ്വാനം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമായി മാറട്ടെ. ആ തീരുമാനം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടും പ്രാപിച്ചത് നിമിത്തമായി തീരട്ടെ. അങ്ങനെ ഏത് സാഹചര്യം ദൈവത്തെ ആരാധിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ, ആശ്രയിക്കാൻ, താഴ്മ ധരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മെ രക്ഷിക്കാൻ, നമ്മെ വിടുവിക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തും. സ്വർഗീയ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുകയും ഞങ്ങളുടെ നാവിൽ നിരാശയുടെ വാക്കുകളല്ല, ആമേൻ, ഓരോ നിമിഷവും സ്തോത്രവും സ്തുതിയും ആരാധനയും വെളിപ്പെടുവാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിങ്കൽ തന്നെ. ആമേൻ.